ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് ഒരു പുളിശ്ശേരി വയ്ക്കാം. നേന്ത്രപ്പഴം നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. നേന്ത്രപ്പഴം വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേവിക്കാൻ. അതിലൊക്കെ നമുക്ക് 2-3 പച്ചമുളക്, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കായപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. വേവിക്കാനായിട്ട് നമുക്ക് 10 മിനിറ്റ് അടച്ചു വെക്കാം. നേന്ത്രപ്പഴം വേകാൻ വെച്ചിട്ടുണ്ട്. വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിനേക്കുള്ള അരപ്പുണ്ടാക്കാം. ഒരു ചെറിയ തേങ്ങയുടെ മുറിയാണ് ഞാൻ എടുത്തത്. പക്ഷേ ഇതെന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേങ്ങ പൊട്ടിച്ചപ്പോൾ തേങ്ങ ഇങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങ എടുക്കുക. അതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി, ഒരു 3-4 ചുമന്നുള്ളി, ഒരു നുള്ള് ജീരകം ഇത്രയും ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ചിട്ട് കൊടുക്കുക. തൈര് ഒഴിച്ചതിന് ശേഷം കറി തിളയ്ക്കാൻ പാടില്ല. ഇതിലോട്ട് നമുക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. കടുക് താളിക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി ഒന്ന് നല്ലതായിട്ട് മൂത്ത് വരണം. നമുക്കതിലോട്ട് 2-3 വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. പുളിശ്ശേരിക്ക് താളിക്കുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. താളിപ്പ് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഏത്തപ്പഴം പുളിശ്ശേരി ഇന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.